ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പവറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ, അതാണ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കഴിവുകളുണ്ട് നിങ്ങൾക്ക്, പക്ഷെ അത് തെളിഞ്ഞു വരണം. കഴിവുണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ, അല്ലേ? അപ്പോൾ നിങ്ങളിലുള്ള കഴിവുകൾ കണ്ടെത്തുക, അത് അത്യാവശ്യ കാര്യമാണ്. എന്താണ് എനിക്കുള്ള കഴിവ് എന്ന് മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ അതിലൊരു വിശ്വാസം, ട്രസ്റ്റ് കൂടി അർപ്പിക്കുക എന്ന് പറയുമല്ലേ, അതിലൊരു വിശ്വാസം കൂടി അർപ്പിക്കുക. അതിലൂടെ നമ്മൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക, അതിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിനെടുക്കുന്ന എഫോർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ടാരോ കാർഡ്സ് കൂടി ഉപയോഗിക്കാവേ. ഏത് കാര്യത്തിനാണ് നിങ്ങളിപ്പോൾ ഇത്തരത്തിലുള്ള പവർ പ്രയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ടോർണമെന്റ് ആണ്. കാരണം ഇവിടെ കഴിഞ്ഞു പോയ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾ പ്രയോഗിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കർമ്മയായിരിക്കണം. ഈ കർമ്മ നിങ്ങൾക്ക് തീർന്നു കിട്ടാൻ വേണ്ടി കുറച്ച് കാലതാമസം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് നിങ്ങളുടെ കഴിവുകൾ എന്തെല്ലാമാണ് എന്ന്. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമാധാനം മാത്രമല്ല, നിങ്ങൾക്കൊരു സക്സസ് കൂടി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 3 ഓഫ് കപ്സിന്റെ എനർജി, അതുവഴി നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണമോ അത് നിങ്ങൾ സ്വയം കണ്ടെത്തണം, നിങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ മറ്റൊരാൾ നമുക്ക് സന്തോഷം തരില്ല. മറ്റൊരാൾ നമുക്ക് ദുഃഖമാണ് തരാൻ പോകുന്നത്. മനസ്സിലായി? എത്രമാത്രം ദുഃഖം തരാവോ, എത്രമാത്രം നമ്മളുടെ ജീവിതം അധപ്പതിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം മറ്റുള്ളവർ അത് ആഗ്രഹിക്കും. അപ്പോൾ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, അതിനുള്ള ഇട കൊടുക്കരുത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തെയാണ് കൊണ്ടുവരേണ്ടത്. എന്നിലുള്ള കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാനൊരു നല്ല നിലയിലെത്തും. ഞാൻ നല്ലതുപോലെ അതിനെ പ്രയോഗിച്ച് നല്ലൊരു സക്സസിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരും എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളിന്റെ സഹായത്തിന് വേണ്ടി നോക്കിയിരിക്കാൻ പാടില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും പാടില്ല. കാരണം 100-98% ആൾക്കാരും നിങ്ങളുടെ അധപ്പതനം കാണാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഉയർച്ച കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പരമാർത്ഥം. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്ത സംഭവങ്ങൾ, സാമ്പത്തിക പരാജയം, ഒരുപാട് കാര്യങ്ങൾ, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടൽ, വീട് നഷ്ടപ്പെടൽ, ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ മടിപിടിച്ചിരിക്കാതെ മുന്നോട്ട് വരേണ്ടത്. ഇതുപോലെയുള്ള പവർ നിങ്ങൾ പ്രയോഗിക്കേണ്ടത് ഇവിടെയാണ്. സന്തോഷം കൊണ്ടുവരേണ്ടത് ഇവിടെയാണ്. നിങ്ങളാണത് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഡിവൈൻ മെസ്സേജ്, ഡിവൈൻ ഗൈഡൻസ്. ഇനി എന്താണ് വോയേജാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ദൂരയാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം അടുത്തു വരുന്നുണ്ട്.
നിങ്ങൾക്ക് കുടുംബസഹിതം യാത്ര ചെയ്യാൻ സാധിക്കുന്നു. കാരണം കുടുംബസഹിതമുള്ള യാത്ര എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഈ സന്തോഷം നിങ്ങൾ സ്വയം കൊണ്ടുവരേണ്ടതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള യാത്രകൾ, ഉല്ലാസയാത്രകൾ നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ കണ്ടില്ലേ 3 of Cupsന്റെ എനർജി, കുടുംബസഹിതം ചേർന്ന്. ഇവിടെയും കണ്ടില്ലേ, ഇവിടെ കുടുംബസഹിതം ചേർന്നുള്ള ഒരു യാത്രയിലേക്ക് പോകാൻ സാധിക്കുന്നു. ഈ യാത്ര നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുതരുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താണ് നോക്കാം, ടാരോ കാർഡ്സ് നോക്കാതെ. ഇവിടെ കണ്ടില്ല, ഇത് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള പേടി, ഭയം ഇതെല്ലാം മാറി പോകും. ഒരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഉള്ളിലുള്ള സകല വിധത്തിലുള്ള പേടിയും മാറിക്കിട്ടുന്നതാണ്. നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങളെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു, നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ എങ്ങനെയാണ് ചേഞ്ച് കൊണ്ടുവരാൻ കഴിയുന്നത്? കുടുംബസഹിതത്തിലുള്ള സന്തോഷത്തോടു കൂടി. നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള ഒരു സന്തോഷകരമായ ഒരു നല്ല ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 10 of Cups ആണ്. നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ അതാണ് വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്ന് പറഞ്ഞത്. ഇത് വലിയൊരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ട്രൂത്താണ്, പല കാര്യങ്ങളുടെ സത്യം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ സത്യാവസ്ഥകൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഇത് ജീവിതത്തിൽ സംഭവിച്ചത്? ഇവിടെ ടവർ വന്നിട്ടുണ്ട്. ടവർ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നും ഇതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നു. എന്തിന്റെ? കഴിഞ്ഞ കാലത്തെ മോശകരമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ കഴിയുന്നു. അതിൽ പരം ഒരു വിജയം നിങ്ങൾക്ക് വേറെ ഒന്നും ലഭിക്കാനില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരിക, അതൊന്നും നല്ലതുപോലെ അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് ജീവിതത്തിന് വിജയം കൊണ്ടുതരുന്നത്. മനസ്സിലായി? ഇത്രയുള്ള പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പേടിപ്പെടുത്തുന്ന ദിവസങ്ങൾ, പേടിച്ചു കഴിയുന്ന ദിവസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. അതുവഴിയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ടെമ്പറൻസ് ആണ്. ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഈ ഒരു സമയത്ത്. ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അവിടെ ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നു. അവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെയും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ധൈര്യം ഓഫ് വാൻസിന്റെ എനർജിയാണ്. മുന്നോട്ട് വരാൻ സാധിക്കുന്നു, സമൂഹത്തിൽ നിന്ന് പേരെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇതുവരെ നിങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു എന്താണ്, ഒരു പരാജയ ഭീതി ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു കൂട്ടിയിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നു. സമൂഹത്തിൽ ഒത്തിരി മുന്നേറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ആകർഷകമായ ഒരു കഥാപാത്രമായി മാറാൻ സാധിക്കുന്നു. മറ്റുള്ളവർ ആകർഷിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കുന്നു. നിങ്ങളുടെ സംസാര രീതിയും നിങ്ങളുടെ ഡ്രസ്സ് ആയാലും നിങ്ങളിൽ വന്ന പരിവർത്തനമായാലും ഒക്കെയും മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കൊന്ന് ഷൈൻ ചെയ്യാൻ സാധിക്കുന്നു, ഒന്ന് തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ ഫൊർഗിവ്നെസ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ഫൊർഗിവ്നെസ് പറയേണ്ട അത്യാവശ്യ കാര്യമാണ്. കാരണം നിങ്ങൾക്കൊരു വലിയ പരാജയത്തിൽ നിന്നാണ് നിങ്ങളൊരു സക്സസിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ കർമ്മ റിലീസ് ആവുന്നു എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അപ്പോൾ
യൂണിവേഴ്സിനോട് ഫർഗിവ്നെസ് പറയണം. ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതാണ് പറയേണ്ടത്. എന്നോട് ക്ഷമിക്കൂ. പ്രപഞ്ചത്തോട് നിങ്ങൾ പറയേണ്ടതാണ്. എല്ലാ ദിവസവും നിങ്ങൾ യൂണിവേഴ്സിനോട് രാവിലെ പറയേണ്ട, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ പ്രേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ല എങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു എനർജി യൂണിവേഴ്സുമായിട്ട് കണക്ട് ആക്കേണ്ടി വരുന്നുണ്ട്. കണക്ട് ആക്കേണ്ടത് അത്യാവശ്യ കാര്യവുമാണ്. മനസ്സിലായോ? എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ഫർഗീവ് മീ, ദയവായി എനിക്ക് മാപ്പ് തരൂ. എനിക്ക് മാപ്പ് തന്നതിന് നിങ്ങൾക്ക് നന്ദി, ഐ ലവ് യു, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. ഇതാണ് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പറയേണ്ടത്. അല്ല എങ്കിൽ കൂടെ നിസാരമായ ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ, എന്തൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നോ, എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നുണ്ടോ, ഈ സമയത്തൊക്കെ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് പറയാൻ മടി വിചാരിക്കരുത്. ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് വേണം പറയാൻ. മനസ്സിലായോ? അപ്പോഴാണ് ആ എനർജിയുടെ വൈബ്രേഷൻ ഇവിടെ എത്തുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ലഭിക്കുന്നതും അപ്പോഴാണ്. എന്ത് കാര്യമാണ് ഇനി സക്സസിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജി, ഇവിടെ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി ഉണ്ടെങ്കിൽ ഇവിടെ ഡിവൈൻ മസ്കുലിൻ എനർജി ഉണ്ട്. ആണിനും പെണ്ണിനും ഇത്തരത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നു. ഇതുപോലെ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിയിൽ എന്തിനേയും കീഴ്പ്പെടുത്താനുള്ള ഒരു ധൈര്യം നേടിയെടുക്കാൻ കഴിയുന്നു. പല ചലഞ്ചസിനെയും ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നു. പ്രതിസന്ധികളെ, വെല്ലുവിളികളെ ഒക്കെയും മറികടന്ന് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ചില വാർത്തകൾ, മെസ്സേജുകൾ ഒക്കെ വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടേതാവാം, നിങ്ങൾ സ്നേഹിക്കുന്ന ചില വ്യക്തികളുടേതാവാം, നിങ്ങൾ അടുത്തിടപഴകുന്ന ചില വ്യക്തികളുടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് മെസ്സേജ് വരാം, കോൾ വരാം. അതിനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിനോട് ഫർഗിവ്നെസ് പറയുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഉടനടി നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നതാണ്. മനസ്സിലായത്? നിങ്ങൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവണം ഇവിടെ. അതാണ് ഈ നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് എനർജി നിങ്ങളിലേക്ക് വരുന്നത്. ആരോ നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവാം, ദൂരദേശത്തു നിന്ന് നിങ്ങളെ കാണാൻ ആരോ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം നിങ്ങളിപ്പോൾ സമൂഹത്തിൽ ഒരു വിലയുള്ള വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, വാല്യുബിൾ പേഴ്സൺ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിപ്പോൾ. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് അടുത്തതായിട്ട് വരുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിലേക്ക് വരുന്നത് ഇല്യൂമിനേഷനാണ്, പ്രകാശം വരുന്നത്, ജീവിതത്തിന്റെ പ്രകാശം. ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള പ്രകാശം അനുഭവിക്കാവോ, ഏത് വിധത്തിലുള്ള സന്തോഷം വരാമോ, അതൊക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ദൂരെ നിന്ന് നിങ്ങളിലേക്ക് പ്രകാശം വരുന്നുണ്ട്. ഈ പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ളതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് സാമ്പത്തികമായാലും മറ്റു ബന്ധങ്ങളിലേതായാലും. മനസ്സിലായോ? ഇവിടെ എന്താണ് ഫോക്കസ്? നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏത് കാര്യമാണോ അത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. ഏതൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്യണം. അത്യാവശ്യ കാര്യമാണ്. അതല്ലാതെ ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ, വരുന്നത് പോലെ വരട്ടെ, അങ്ങനെയല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. ആ ശ്രദ്ധയെ എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം. മനസ്സിലായി? അങ്ങോട്ട് മാത്രം നിങ്ങളുടെ ദൃഷ്ടി അങ്ങോട്ട് മാത്രമാകണം. അത് നേടുന്നത് വരെയും ആ ദൃഷ്ടി നിങ്ങൾ കൈവിടരുത്. മനസ്സിലായോ? അതിൽ നിന്നും പിന്തിരിയാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളിലേക്ക് സക്സസ് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസിന് തരാനുള്ള മെസ്സേജ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏഞ്ചൽസിന് തരാനുള്ള മെസ്സേജ് എന്താണ് നോക്കാം. ഒരു കാർഡും കൂടെ എടുക്കാവേ. റീകൺസിഡർ. ഇവിടെ നോ നീഡ് ടു വറിയാണ്. കണ്ടില്ലേ? ഇവിടെ നോ നീഡ് ടു വറി. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തോ,
നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ എനർജി അതിനായിട്ട് വേസ്റ്റ് ആക്കുന്നുണ്ടോ? എങ്കിൽ എഫർട്ട് എടുത്ത് മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ടോ? സ്പിരിച്വാലിറ്റി, പ്രാക്ടിക്കാലിറ്റി ആൻഡ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നോ നീഡ് ടു വറി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. വെറുതെ മടിപിടിച്ചിരിക്കുന്നവരോടുള്ള മെസ്സേജ് അല്ല ഇത്. മനസ്സിലായി? നമ്മളിപ്പോൾ പറഞ്ഞ തരത്തിലുള്ള ആൾക്കാരോടുള്ള മെസ്സേജാണ് ഇത്. നോ നീഡ് ടു വറി, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളിവിടെ എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചതിലും വലിയതായിട്ടുള്ള സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. റീകൺസിഡർ ഒന്നുകൂടി നിങ്ങൾ കൺസിഡർ ചെയ്യൂ. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒന്ന് പുനർവിചിന്തനം ചെയ്യാവുന്നതാണ്. അതുപോലെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്, എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് വേണമെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാവുന്നതാണ്. ഏഞ്ചൽസിനോട് തന്നെ ചോദിക്കാവുന്നതാണ്. മറ്റുള്ളവരോട് ചോദിക്കുന്നതിൽ നല്ലത് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം, അല്ലെ? യൂണിവേഴ്സിനോട് ചോദിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ വളരെ നല്ല എനർജിയാണ്. നോ നീഡ് ടു വറി. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ? വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ്. അതുപോലെ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകാൻ പോകുന്നു, കുറച്ചുകൂടി പ്രോഗ്രസ്സിലേക്ക് വരാൻ പോകുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ആകുന്നതാണ് എന്നാണ് കാണുന്നത്. എന്താണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത്? മാര്യേജിലേക്ക് കടക്കണോ? അതുപോലെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി തിരിച്ചു വരണോ? സാമ്പത്തികത്തിലേക്ക് ഒരു മാറ്റം വരുത്തണോ? അല്ലെങ്കിൽ വിൽക്കാനുള്ള വസ്തുക്കൾ വിറ്റുമാറണോ? ബിസിനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നവരാണോ? പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകാൻ പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് ആഴ്ചകൾക്കകം തന്നെ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. നമുക്ക് നോക്കാം ഇനി എത്ര ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന കാര്യം എത്ര ദിവസത്തിനകം സാധ്യമാകും? പലരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ. അത് എപ്പോൾ സാധ്യമാകും എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിഫിക്കൽട്ടീസ് ഇൻ വർക്ക്, ഹാവ് പേഷ്യൻസ്. ഇത് ചിലർക്കുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതല്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ അത് തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവിടെ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കൂ, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ക്ഷമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു സക്സസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഇതിനി നോക്കാം. നമുക്ക് 2 കാർഡ്സ് കൂടി എടുക്കാവേ. നെക്സ്റ്റ് ഏപ്രിൽ എന്ന് കാണുന്നുണ്ട്. അതായത് നെക്സ്റ്റ് ഏപ്രിൽ, അടുത്ത ഏപ്രിൽ മാസത്തിനകം നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ് എന്ന് കാണുന്നുണ്ട്. മോർ ദാൻ 1 ഇയർ. കണ്ടില്ലേ? ഇനി ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും. ഇവിടെ ഇൻ 1.5 ഇയർ, ഒന്നുകിൽ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനകം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതാണ്. നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷം തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും. നിങ്ങളുടെ വർക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ. അങ്ങനെ ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ അടുത്ത ഏപ്രിൽ മാസത്തിനകം നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടും. അതുപോലെ കൂടി വന്നാൽ 1 വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം, ഏത് കാര്യമാണ് ആ കാര്യങ്ങളുടേതായ ആ ദൈർഘ്യമനുസരിച്ച്, അതല്ല എങ്കിൽ അതിൻ്റെതായ കാഠിന്യം അനുസരിച്ച് സമയത്തിന് വ്യത്യാസമുണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.